2011 സെപ്റ്റംബറിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാലേ. അന്ന് തകർന്നടഞ്ഞ് വീണിട്ടുള്ള ഒരു കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അലൂമിനിയമാണ്. പിന്നീട് നാസയുടെ ചൊവ്വ പരീക്ഷണ റോവറുകളായിട്ടുള്ള സ്പിരിറ്റിലും ഓപ്പർച്യൂണിറ്റിയിലും കാബിൾ ഷീൽഡുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അന്ന് മരണപ്പെട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം, അതിലുള്ള ഒരു റെസ്പെക്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ബുർജ് ഖലീഫയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാലേ. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ കെട്ടിടം ഏതാണെന്ന് അറിയോ? അത് റൊമാനിയയിലെ പാർലമെന്റ് കൊട്ടാരമാണ്. 410 കോടിയിലധികം കിലോഗ്രാം ഭാരമാണ് ഈ റൊമാനിയയിലെ പാർലമെന്റ് കൊട്ടാരത്തിന് ഉള്ളതെന്നാണ് കണക്കാക്കുന്നത്. ഈ ഒരു കെട്ടിടം പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു വർഷം 45 കോടി രൂപയുടെ കറണ്ട് ബില്ലാണ് വരുന്നത്. ഇതേ എമൗണ്ട് ഓഫ് കറണ്ട് ബില്ല് തന്നെയാണ് 2024-25 വർഷത്തിൽ നമ്മളെ KFCB ഓരോ കള്ളന്മാര് ലൈനുകൾ ഇട്ടിട്ട് അതിക്രമിച്ചിട്ട് അടിച്ചു മാറ്റിയിട്ടുള്ളത്. ചൈന അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല അല്ലെ. ഓഫ്കോഴ്സ് അവന്മാര് കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാനായിട്ടും അതിവിദഗ്ധരാണെന്ന് തന്നെ പറയേണ്ടി വരും. 2011-2013 വർഷത്തിന്റെ ഇടയിലായിട്ട്, അതൊരു 3 വർഷത്തിന്റെ ഇടയിലായിട്ട് ചൈന കെട്ടിടങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സിമെന്റിന്റെ എമൗണ്ട് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോക്കായി പോകും. അതായത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുഴുവനായിട്ട് അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ള സിമെന്റിനേക്കാൾ ഒരുപാട് അധികം സിമെന്റ് ആണ് ആ ഒരു 3 വർഷത്തിന്റെ ഇടയിൽ ചൈന ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ള സിമെന്റിനേക്കാൾ 1.47 ടൈം അത്രമാത്രം ഇരട്ടിയാണ് ചൈന 2011-2013 ഇടയിലുള്ള ഒരു 3 വർഷത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർത്തിട്ടുള്ളത്.